പണ്ടത്തെ പല പാട്ടുകളും നമ്മൾ എടുത്തു നോക്കിയാൽ, പ്രത്യേകിച്ച് ഹിന്ദു ഡിവോഷനിൽ നമ്മൾ കേൾക്കുമ്പോൾ അതിനകത്തെല്ലാം ശാസ്ത്രീയമായിട്ട് നല്ല ബേസുള്ള പാട്ടുകളാണ്. അപ്പോൾ അതൊരു പാട്ടിൻ്റെ രൂപത്തിൽ നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ പോയിരുന്ന് നമ്മളൊരു ഗുരുമുഖത്ത് ചെന്നിരുന്ന ഗണപതിം എന്ന് പഠിക്കുന്നതിന് പകരം അത് നല്ല ഒരു പാട്ടായിട്ട് നമ്മൾ കേൾക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് പഠിക്കും. അത് എനിക്ക് തോന്നുന്നു പാട്ട് പഠിപ്പിക്കുമ്പോഴും കുട്ടികൾക്ക് ഫസ്റ്റ് ഭജൻസ് ആണ് പറഞ്ഞു കൊടുക്കണം. അതെ, അതിന് പാട്ട് സരിഗമ ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്ക് ഒരു ഭജൻ പഠിക്കുമ്പോൾ പിള്ളേർ അത് പെട്ടെന്ന് പഠിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് അതെല്ലാം ഹിന്ദു ഭക്തിഗാനങ്ങളും പലതും നല്ല കീർത്തനങ്ങളും ശാസ്ത്രീയമായിട്ട് ബേസുള്ള പാട്ടുകൾ കാണാം. ഇതുപോലെ തന്നെയാണ് ക്രിസ്ത്യൻ ഡിവോഷണലിലും ഉള്ളത്. പണ്ട് ഓരോ ക്രിസ്ത്യൻ ഡിവോഷണലിൻ്റെയും മേലെ അതിൻ്റെ രാഗവും അതിൻ്റെ താളവും എഴുതിയിരുന്നു. പഴയ ക്രിസ്തീയ ഭക്തിഗാനങ്ങളുടെ ബുക്കുകളുണ്ട്, ജ്ഞാനകീർത്തനം അങ്ങനെയൊക്കെയുള്ള ആ ബുക്കുകളുടെ അകത്തുള്ള പാട്ടുകളുടെ മേലെ എഴുതിയിട്ടുണ്ട് ഏത് താളമാണ് ഏത് രാഗമാണ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബേസ് ചെയ്തിട്ടാണ് ഓരോ പാട്ടും ഉണ്ടാക്കിയിട്ടുള്ളത്.